സമരസമിതി മഹാനടന്മാരുടെ ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടിയും കമൽഹാസനും അടക്കമുള്ള ആളുകൾ സർക്കാരിൻ്റെ ഈ പെരുന്നുണയോട് കൂട്ടുനിൽക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. എന്തായാലും മമ്മൂട്ടി അവിടെ എത്തിച്ചേർന്നെങ്കിലും സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം വളരെ കൃത്യമായ വാക്കുകളാണ് അവിടെ പറഞ്ഞത്. കാരണം വികസനം എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ വലിയ റോഡുകളും പാലങ്ങളും അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങളും പണിയുന്നതിലും അതിലല്ല, മറിച്ച് മനുഷ്യൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും കാണുന്നതായിരിക്കണം. സത്യത്തിൽ ഇതായിരുന്നു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി പറയേണ്ടിയിരുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി ഇത് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ഇതെല്ലാം അക്കമിട്ട് പറയുകയായിരുന്നു എല്ലാം. അതിനുശേഷമാണ് ഈ പ്രസംഗം വരുന്നത്. അപ്പോൾ മമ്മൂട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമാകെ ഈ അതിദരിദ്രരുടെ ആളുകളുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ വേദിയിൽ വന്നത് പറയേണ്ടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ വിചാരിച്ച പരിപാടി അതിൻ്റെ ശോഭ കെട്ടിട്ടുണ്ട്. സർക്കാർ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് നേർ വിപരീതമായിട്ടാണ് ശ്രീ മമ്മൂട്ടിക്ക് പറയേണ്ടി വന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഈ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഈ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതിനെന്ത് മാനദണ്ഡമാണ് ഈ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്? കാരണം എല്ലാ ദിവസവും ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് അത് ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദാരിദ്ര്യമില്ലാതായെന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ തൊഴിലെന്ന് പറയുന്നത് ഇല്ല. ബഹുഭൂരിപക്ഷം ആളുകൾക്കും തൊഴിലില്ല. അത് സ്വകാര്യ മേഖലയിൽ നമുക്ക് പറയേണ്ട യാതൊരു തൊഴിൽ നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ല. വളരെ തുച്ഛമായ വേതനത്തിലാണ് ആളുകൾ പണിയെടുക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഓരോ ദിവസവും ഒരു വശത്ത് വലിയ വിലക്കയറ്റം ഉണ്ടാവും, മറുവശത്ത് കിട്ടുന്ന വേതനം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തുമ്പോൾ എന്ത് മാനദണ്ഡമാണ് ഗവൺമെൻറ് വീണ്ടും ഈ പരിഹരിക്കാൻ എടുത്തു എന്ന് പറയുന്ന മാനദണ്ഡം എന്താണ്? 64,000 കുടുംബങ്ങളുടെ കാര്യം പറയുന്നു. ആ കുടുംബങ്ങൾക്ക് നാളെ മുതൽ വരുമാനത്തിലുള്ള എന്ത് മാർഗ്ഗമാണ് സർക്കാർ കണ്ടെത്തി കൊടുത്തിരിക്കുന്നത്? കട്ടിൽ കൊടുത്തതുകൊണ്ടോ ആ വീടിൻ്റെ ഒരു വെള്ളം പൂശിയതുകൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ചെയ്യുന്നത് അവർക്കൊരു കട്ടിൽ കൊണ്ട് കൊടുക്കും, പിന്നീട് അതുപോലുള്ള വേറെന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കൊടുക്കും. അതുകൊണ്ടൊന്നും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം മിനിമം 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആളുകളാണോ ഇവർ എന്ന് സർക്കാർ പറയണം. അവർക്ക് അതിനുള്ള വരുമാന മാർഗ്ഗം എന്താണ് ആ വരുമാന സ്രോതസ്സ്? അത് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി സർക്കാർ എന്തെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ അവർ കടം വാങ്ങി കഴിയുന്നതാണോ, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മിനിമം അരി മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ആ അരി വേവിച്ച് കഴിക്കുന്നതിനാണോ പറയുന്നതെന്ന് പരിശോധിക്കണം. ഞാൻ ഈ ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുമായിട്ട് മെഡിക്കൽ സംഘത്തോടൊപ്പം പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ മനുഷ്യരാണോ നമുക്ക് തോന്നിപ്പോകും. അരി മാത്രം ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിക്കുകയാണ്. അത് തിളയ്ക്കുന്ന പോലുമില്ല. അത് കറി എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. ഞങ്ങളോടൊപ്പം വന്ന ഡയറ്റീഷ്യൻ ആ ഷീറ്റ് പൊളിച്ചകത്തേക്ക് കയറുമ്പോൾ ഈ പട്ടി വെട്ടി കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ 3 കല്ല് ഇങ്ങനെ ചാരം പൂണ്ട് കിടക്കുകയാണ്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. നമ്മൾ ഞെട്ടിപ്പോവാണ്. ഇത് കേരളമാണിത്. യാതൊരു യാത്രാ സൗകര്യങ്ങളും ഇല്ലാതെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, അവർ ഗ്രഹണി പിടിച്ചതുപോലത്തെ കുഞ്ഞുങ്ങൾ അവർ നിൽക്കുകയാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് ഈ കേരളത്തിലാണ്, ആദിവാസി മേഖലകളിലാണ്. നമ്മൾ ഈ നഗരം വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എവിടെ പോയിട്ടാണ് ഇവർ കണക്കെടുത്തിരിക്കുന്നത് നമുക്ക് അന്വേഷിക്കണം. വഴിയില്ല, വീടില്ല, വിളക്കില്ല, വൈദ്യുതിയില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലുള്ള യാതൊരു സംവിധാനവും ഇല്ലാതെ അങ്ങനെ മനുഷ്യർ ജീവിക്കുകയാണ്. മനുഷ്യരെന്ന് പറയാൻ പറ്റാത്ത കോലങ്ങളിലായിട്ട്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്തിനാണ് ഈ ഗവൺമെൻറ് ഇത് പറയുന്നത്? അതുകൊണ്ട് പങ്കെടുത്ത മമ്മൂട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞ വാക്കുകൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് തിരുത്താൻ കഴിയുമെങ്കിൽ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, ദാരിദ്ര്യരേഖ എന്ന് പറയുന്നതിനൊരു മിഥ്യയാണ്. അത് സർക്കാർ ആവശ്യമുള്ളപ്പോൾ ആ രേഖ താഴോട്ടും മുകളിലോട്ടും വെക്കുന്നേ ഉള്ളൂ. പക്ഷേ മനുഷ്യരുടെ അടുത്തേക്ക് പോയി ഇത് കണ്ടെത്തുവാൻ നിങ്ങളൊരു കൃത്യമായ പരിശ്രമം നടത്തുവാൻ ആശമാരുടെ ആവശ്യം പരിഗണിച്ചായിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചായിരിക്കുമോ മോഹൻലാലും കമൽഹാസനും ഒന്നും ഈ പരിപാടിക്ക് വരാതെ? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ മറ്റു നിരവധി സംഘടനകൾ അതേ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു.